നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. ചാത്തന്നൂരിൽ നിന്നും മേവറം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ്. നമ്മളിപ്പോൾ ചാത്തന്നൂർ ഭാഗത്തായിട്ടാണുള്ളത്. ചാത്തന്നൂരിലിപ്പം മൂന്നടുത്തായിട്ട് തന്നെ ഇടത്തേ സൈഡിൽ പൈലിങ് കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ രണ്ടിടത്തായിട്ട് തന്നെ പൈലിങ് കഴിഞ്ഞ് 4 തൂണിൻ്റെ വർക്കിൻ്റെ ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ശിവാലയ കൺസ്ട്രക്ഷൻ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലായിട്ടാണുള്ളത്. പിന്നെ നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് റിട്ടൈനിങ് വാൾ ഉയർത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ വലതുഭാഗത്ത് അതിൻ്റെ തൊട്ട് വലതുഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയും തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഇടത്തേ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം ഒരു ടാർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അത്യാവശ്യം ഹൈറ്റിലായിട്ട് തന്നെ റിട്ടേൺ വാൾ ഉയർത്തി കഴിഞ്ഞ സ്ഥലത്തെല്ലാം തന്നെ ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുന്നത് നേരെ തിരുമുക്ക് ഭാഗത്തേക്കാണ്. പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചാത്തന്നൂർ ഇറങ്ങി പിന്നെ നേരെ വന്ന് തിരുമുക്ക് ഭാഗത്തോട്ട് കയറ്റം കയറുന്നതാണ്. അപ്പോൾ ആ ഒരു ഇറങ്ങി കയറ്റം കയറുന്നത് ഫീൽ ഒഴിവാക്കാൻ വേണ്ടി മിക്കവാറും നമ്മൾ ചാത്തന്നൂർ കഴിഞ്ഞിട്ട് നമ്മൾ തിരുമുക്കെത്തുന്നതിന് വരെയുള്ള ഭാഗത്തായിട്ട് കുറച്ച് ഹൈറ്റിലായിട്ട് തന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. മിക്കവാറും അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു ഗസ്സിൽ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ തിരുമുക്ക് ഭാഗത്തായിട്ട് എത്തുമ്പം ഇടത്തേ സൈഡിലും വലത്തേ സൈഡിലും കുറച്ച് നാളിന് മുമ്പേ തന്നെ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പം തിരുമുക്കിൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം തന്നെ ഇവിടെ ഇടത്തെ ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കീഴിലായിട്ട് തന്നെ കുറച്ച് ലോഡ് മണ്ണ് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും കുറേ ലോഡ് കൊണ്ടുവന്ന് അവരടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം 2 സൈഡിലായിട്ട് തന്നെ പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന വഴിക്ക് നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് മാത്രം റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം എനിക്ക് വന്നിരിക്കുന്ന മെറ്റിലാണെന്ന് തോന്നുന്നു നിരത്തിയിരിക്കുന്നത്. മറ്റ് അപ്ഡേറ്റ് ഒന്നും നമ്മൾ തിരുമുക്ക് ഭാഗത്തായിട്ട് ഇല്ല. ഇവിടെ കുറച്ച് ലെങ്തിലായിട്ട് വലത് ഭാഗത്ത് ഓടയുടെ നിർമ്മാണം പൂർത്തിയാവാനുണ്ട് അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട്. നമ്മൾ തിരുമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്തിക്കര പാലമാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് ഇടത്തേ സൈഡിലായിട്ട് പുതിയതായിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ പിന്നെ അത്രയും പണി ഈ ഒരു ഏരിയയിൽ നടന്നിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് ഇത്തിക്കര പാലം എത്തുന്നത്. ഇത്തിക്കര പാലം എത്തുന്നിടത്ത് തന്നെയാണ് അവരുടെ ഒരു പ്ലാന്റും സ്ഥാപിച്ചിട്ടുള്ളത്. അതിൻ്റെ വലതുഭാഗത്തായിട്ടാണ് അവർ ഈ റിട്ടേണിംഗ് വാൾ നിർമ്മിക്കുന്ന പ്ലാന്റൊക്കെ റോഡിൻ്റെ വലതുഭാഗത്തായിട്ടാണ്. ഇടത്തേ സൈഡിലായിട്ടാണ് ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ അവരുടെ ഈ ടാർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കാണാം ഇടതുഭാഗത്തും പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പം പാലത്തിൻ്റെ വലതുഭാഗത്തുമായിട്ട് കുറേ ലോഡ് മെറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാം. കുറേ വണ്ടി ഇവിടെ വന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ മെറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തെക്കൻ കേരളത്തിൽ പണി ഇപ്പം മന്ദഗതിയിൽ പോകാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും ഈ മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് പണി ഇത്രയും വൈകി പോകുന്നത്. അതായത് പണി കുറച്ച് സ്ലോ ആയി പോകുന്നത്. നമ്മൾ തിരുമുക്ക് കഴിഞ്ഞ് പിന്നെ ഇത്തിക്കര പാലം കഴിഞ്ഞ് പിന്നെ മൈലക്കാട് ഭാഗത്തോട്ട് പോകുമ്പം തിരുമുക്കിൽ നിന്നും പിന്നെ ഒരു ഇറങ്ങി പിന്നെ മൈലക്കാട് ഭാഗത്തോട്ടൊരു കയറ്റമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ഭാഗത്തായിട്ട് തന്നെ, അതായത് നമ്മൾ തിരുമുക്ക് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ടും പിന്നെ പാലം കഴിഞ്ഞ് പിന്നെ മൈലക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ തന്നെ 2 സൈഡും റിട്ടേണിംഗ് വാൾ പാലത്തിൻ്റെ ഭാഗം കഴിഞ്ഞുള്ള സ്ഥലത്ത് ചിലപ്പം നല്ല ഹൈറ്റിലായിട്ട് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തായിരിക്കും ഈ ഒരു ഏരിയ ചിലപ്പം ലെവലാക്കി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മളിപ്പം ഇത്തിക്കര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. 2 എൻഡിലുമായി 2 അബ്യൂട്ട്മെൻറ്റ് പിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് 2 പിയറിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഗർഡറുകൾ ഉയർത്തി വെക്കുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. നമ്മൾ ഇത്തിക്കര പാലം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു 30ഓളം ഗർഡറുകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു 14 എണ്ണവും പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഒരു 16 എണ്ണവും അവിടെ പൂർത്തിയായിട്ടുണ്ട്. കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് ഗർഡറുകൾ പണിഞ്ഞിട്ടിരിക്കുന്നത് ഒരു 16 എണ്ണം ഉണ്ട്, അത് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗം ഈ ഒരു ഏരിയയിൽ അവർ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. വലതു ഭാഗത്തൊക്കെ ഇനിയും പണി കുറച്ചും കൂടെ നടക്കാനുണ്ട്. അവിടെ ഈ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ കാണാം കുറേ പോസ്റ്റൊക്കെ വയ്ക്കുന്ന കാണാം. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ടാർ ചെയ്യാനുള്ള സാധ്യത കാണുന്നുള്ളത്. അതൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമായിരിക്കും ഞാൻ സർവീസ് റോഡ് വലതു ഭാഗത്തൊക്കെയുള്ള സർവീസ് റോഡ് ടാർ ചെയ്യാനുള്ള സാധ്യതയുള്ളത്. ഇവിടുന്ന് നമ്മളിഞ്ഞ് മൈലക്കാട് വരെ ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് ലെങ്തിലായിട്ട് ഇടത് ഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വലതു ഭാഗത്തും അതേപോലെ തന്നെ ഓടയുടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ താണ്ട് ഇച്ചിരൂടെ കഴിയുമ്പം ഇടത്തേ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം ഇനി മെറ്റിലിട്ട് നിർത്തിയിരിക്കുന്നതാണ് കാണുന്നത്.
നമ്മളിനി നേരെ വരുന്നത് മൈലക്കാട് ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയാണ് ഒരു വലിയൊരു ഇറക്കവും പിന്നെ ഒരു കയറ്റവും ഉള്ളത്. കൊട്ടിയം ഭാഗത്തോട്ട് പിന്നെ ഒരു കയറ്റം കയറിയാണ് പോകുന്നത്. വലിയ വാഹനങ്ങളൊക്കെ കുറേ ലോഡുമായിട്ട് വരുമ്പം കയറ്റം കയറി പോകാനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് പാടുപെടുന്നത് നമ്മൾ കാണുന്നതാണ്. ഇനി ആ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ചിട്ടുണ്ട് പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ മൈലക്കാട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് ലോഡ് മണ്ണെടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു കുന്നു പോലുള്ള സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മണ്ണ് നീക്കം ചെയ്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് ഒതുക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈലക്കാട് ഭാഗത്തായിട്ട് താഴ്ചയിലെത്തുമ്പം വലത്ത് ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കയറ്റം കയറി വരുമ്പം ഒരു 3 ഗർഡറുകൾ ബാക്കിയുണ്ട്. ഇനി ഒരു ഒരെണ്ണത്തിൻ്റെയും കൂടെ കുറവുണ്ട്. ഇപ്പോൾ ഇടത്തെ സൈഡിലായിട്ട് ഇനി ഒരെണ്ണം പൈലിംഗ് വർക്കുകൾ ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ കയറ്റം കയറി വരുമ്പം ഇവിടെ റിട്ടേണിംഗ് വാൾ ഉയർത്തി വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തിയതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ ഇടത്തെ സൈഡിലായിട്ട് ടാറിങ്ങും കുറച്ച് ലെങ്തിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ വലത്തെ സൈഡിൽ കുറച്ച് ലോഡ് മണ്ണും ഈ ഒരു ഏരിയയിലായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റിയ ഒരു സ്റ്റെപ്പ് പോലെയാണ് ഇപ്പം അവർ ആ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ഇടത്തെ സൈഡിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ മുമ്പോട്ട് കയറ്റം കയറി വരുമ്പോൾ പിന്നെ വലതുഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മാത്രമേ മെറ്റീരിയലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെ ദാണ്ട് ഇപ്പം മണ്ണടിച്ച് നിരത്തുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ചയിലോട്ട് ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും നടക്കുന്നത്. നമ്മൾ മൈലക്കാട് കയറ്റം കയറി ഇവിടെ വരുന്നിടം വരെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊട്ടിയം വരെ ഉള്ള സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ നാളിന് മുമ്പ് കണ്ടതുപോലുള്ള പണിയേ ഉള്ളൂ. വൈഡനിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഭാഗം നിരത്തിയെടുത്തു. അല്ലാതെ വേറെ പണിയൊന്നും നമ്മൾ കൊട്ടിയത്തെത്തുന്നിടം വരെയുള്ള ഭാഗത്തായിട്ട് ഇല്ല. ഇത്രയും ചില സ്ഥലത്തൊക്കെ ആയിട്ട് തന്നെ നമുക്ക് നേരത്തെ ചെയ്തതാണ്. വലതു ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ മെറ്റീരിയലിട്ട് നിരത്തിയിരിക്കുന്നത്. ഇവിടെ പിന്നെ കുറച്ച് ലെങ്തിലായിട്ട് മുമ്പോട്ട് നമ്മുടെ ക്രാഷ് ബാരിയർ നിർമ്മാണം തുടങ്ങി വരുന്നുണ്ട്. ചിലപ്പോൾ ഉടൻ തന്നെ വേഗത കൈവരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് മണ്ണൊക്കെ എടുത്ത് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ ചിലപ്പം കൊട്ടിയം വരെയുള്ള ഭാഗത്ത് ഇത്രയും സ്ഥലത്തായിട്ടുള്ള പണി ചിലപ്പം ഉടൻ തന്നെ തുടങ്ങും. ഇവിടെ വലിയ പണി നമുക്ക് മുമ്പുള്ള വീഡിയോയിൽ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഏരിയ. നമ്മൾ കൊട്ടിയെത്തുന്ന വരെ കൊട്ടിയത്ത് പിന്നെ പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങി പിയർ ക്യാപ്പിൻ്റെ ഒക്കെ നിർമ്മാണ ഘട്ടത്തിലൂടെ എത്തിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പഴയ പോസ്റ്റൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ഉണ്ട്. പുതിയ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. വലതുഭാഗത്ത് കുറച്ച് ലെങ്തിലൊക്കെ ആയിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ചില സ്ഥലത്ത് നിന്നൊക്കെ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. ഇവിടെ ഒരു കല്ലിങ്ങിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട്. 2 സൈഡിലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത്രയും പണിയേ ഉള്ളൂ. കൊട്ടിയം ഭാഗത്തായിട്ട് എത്തുമ്പം നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റം നമ്മൾ കൊട്ടിയത്തെത്തുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗത്തായിട്ടില്ല. മൈലക്കാട് കയറ്റം കയറിയിട്ട് വരുമ്പോൾ നമ്മളിപ്പം കൊട്ടിയം ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. 5 ഇടത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ട് 4 ഇടത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഏറ്റവും എൻഡിൽ വടക്കേ എൻഡ് ഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇടത്തേ സൈഡിൽ കൂടി സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പം വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ബ്ലോക്കാണ് കൊട്ടിയം ഭാഗത്തായിട്ട് അനുഭവപ്പെടുന്നത്. ഇതിപ്പം നമ്മൾ രാവിലെ വന്നെടുത്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് നമുക്ക് കാണാൻ പറ്റാത്തത്. അതുപോലെ തന്നെ കുറച്ച് ഗർഡറുകളുടെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാനാണ് സാധ്യതയുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊട്ടിയത്തിന് മുമ്പ് കണ്ടതുപോലുള്ള മാറ്റമേ ഉള്ളൂ. കൊട്ടിയം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്കും വലിയ പണിയൊന്നും നടന്നിട്ടില്ല. 2 സൈഡിൽ കണ്ട് ഇവിടേക്ക് ഇപ്പം വലത്തേ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണി നടന്നു വരുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന വഴിക്ക് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കൊട്ടിയം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്തും ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ കൊട്ടിയത്തിന് മുമ്പും പിന്നെ കൊട്ടിയം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന വഴിക്കും പിന്നെ കുറച്ച് ലോഡ് ഇവർ റിട്ടേണിംഗ് വാൾ പല സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കാണാം കുറേ പേര് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കണ്ട് ഇവിടെ വലതുഭാഗത്ത് കുറേ പേര് കൂട്ടം കൂടിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് കുറേ ലോഡ് റിട്ടേണിംഗ് വാൾ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് കാണാം.
കൊട്ടിയം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉമയനല്ലൂർ വരെയുള്ള ഭാഗത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള മാറ്റങ്ങൾ നടന്നിട്ടുള്ളൂ. ഒരുപാട് പണി ഇനിയും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉമയനല്ലൂർ വരെയുള്ള ഭാഗത്തായിട്ട് പണി നടക്കാനുണ്ട്. രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കാനുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ നിരത്തി ലെവൽ ചെയ്യേണ്ട പണിയൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇത്രയും പണി ഈ ഒരു ഏരിയയിൽ നടന്നിട്ടുള്ളത്. നമ്മൾ ഉമയനല്ലൂർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും പണി നടന്നിട്ടുള്ളൂ. പിന്നെ പണി നല്ലോണം നടക്കുന്നത് ഉമയനല്ലൂർ കഴിഞ്ഞ് ഉമയനല്ലൂരിലുമാണ് പണി നല്ലോണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ ഉമയനല്ലൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. വമ്പം മാറ്റമാണ് ഈ ഒരു ഏരിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹൈറ്റിലായിട്ട് തന്നെ രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളു. ഫില്ല് ചെയ്ത് വരുന്നിടത്ത് തന്നെ അത് ഇടിച്ചുറപ്പിക്കുന്ന പണി നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. പണി ആദ്യം തുടങ്ങിയത് റോഡിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ്. ആദ്യമേ അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തു കൊണ്ടിരുന്ന പണി ആദ്യമേ തുടങ്ങിയത്. അതേപോലെ തന്നെ അണ്ടർപാസിൻ്റെ കോൺക്രീറ്റും കാര്യങ്ങളും ആദ്യമേ ഇടത്തെ ഈ സൈഡിലായിട്ടായിരുന്നു ആദ്യമേ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളിന് ശേഷമാണ് ഇപ്പം വലതുഭാഗത്ത് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയിരിക്കുന്നത്. ടോപ്പ് കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്ത് ഇനി അതിൻ്റെ മുകളിൽ ടാർ ചെയ്യാനുള്ള പണിയാണ് ഇനി ബാക്കിയുള്ളത്. ഉടൻ തന്നെ ഈ ഒരു ഏരിയ ഫിനിഷ് ആവുമെന്നാണ് കരുതുന്നത്. ആദ്യം അവർ ഇടതുഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിനേക്കായി വളരെ വേഗത്തിലായിട്ടാണ് വലതുഭാഗത്ത് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി നടത്തിയത്. കുറേ ലേറ്റായിട്ടായിരുന്നു ഇടതുഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയത്. അതിനുശേഷം പിന്നെ വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് തുടങ്ങിയത്. വലതുഭാഗത്ത് പെട്ടെന്ന് തന്നെ ആയിരുന്നു റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി തുടങ്ങിയത്. ഇവിടെ ഇനി വലതുഭാഗത്ത് കുറച്ചും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട്. വളരെ വേഗത്തിലായിട്ട് തന്നെയാണ് വർക്ക് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത്. നേരത്തെ ഇടത്തെ സൈഡിലായിട്ടായിരുന്നു ആദ്യമേ അവർ ടാറിങ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം കുറേ നാളിന് ശേഷം വലതുഭാഗത്തായിട്ട് തന്നെ ടാറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബ്ലോക്കില്ലാതെ ഈ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇനി സർവീസ് റോഡിൽ ആരെങ്കിലും കൊണ്ടുവന്ന് വലിയ വാഹനങ്ങൾ നിർത്തിയിടുവാണെങ്കിലുള്ള ബ്ലോക്ക് വല്ലതും വരുവാണെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇപ്പം കൂടുതൽ ബ്ലോക്ക് ഉള്ളത് കൊട്ടിയം ഭാഗത്തായിട്ടാണ്. ചില സമയത്തൊക്കെ കൊട്ടിയം ഭാഗത്ത് നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഉമയനല്ലൂരിൽ അണ്ടർപാസ് കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല പ്രധാനപ്പെട്ട 6 വരി കടന്നു പോകേണ്ട റോഡും കുറച്ച് ലെങ്തിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വലതുഭാഗത്തായിട്ട് 2 ഗർഡറുകളുടെ പണിയും ഈ ഒരു സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നിക്കുന്ന മേവറം ഭാഗത്തായിട്ട് അണ്ടർപാസ് വരുമ്പം തൂണിൻ്റെ മുകളിലായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ ഇടതുഭാഗത്തായിട്ട് പഴയ റോഡ് കുത്തിപ്പൊളിച്ച് അവിടെ ഇപ്പം കുറച്ച് മെറ്റീരിയൽ കൊണ്ട് നിരത്തി കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്ന കാണാം. അതേപോലെ തന്നെ കുറച്ച് ഭാഗം ഇവിടെ അവർ തുറന്ന് മാറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ മുമ്പോട്ട് വരുന്ന വഴിക്ക് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വലതുഭാഗത്തായിട്ടാണ് 6 വരി പാത കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലത്തായിട്ടാണ് അവർ കുറച്ചുകൂടെ ലെങ്തിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നത്. അപ്പം മേവറം വരെയുള്ള അപ്ഡേറ്റ് ഇതാണ്. നമ്മൾ മേവറം കഴിഞ്ഞ് പിന്നെ കൊല്ലം ബൈപ്പാസിലോട്ട് തിരിഞ്ഞ് കയറി പോവുകയാണ്. അപ്പോൾ കൊല്ലം ബൈപ്പാസിൻ്റെ വീഡിയോ നമ്മൾ കുറച്ച് വീഡിയോസിന് മുമ്പേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പണി നടന്ന് നല്ല വ്യത്യാസം വന്നതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് സ്ഥിരം നമ്മൾ ഇതേപോലെ 2-3 മാസം കഴിയുമ്പോൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കണ്ട് മുമ്പോട്ട് മേവറം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടതുഭാഗത്തും കുറച്ച് മണ്ണ് നീക്കം ചെയ്തിരിക്കുന്ന കാണാം. നല്ല വിത്തിൽ തന്നെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്നത് റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. കാരണം ഇവിടുന്ന് കയറ്റം കയറിയാണ് നമ്മൾ ബൈപ്പാസിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. കാരണം അവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. ഇവിടുന്ന് കയറ്റം കയറിയായിരിക്കും പോകുന്നത്. 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തുക മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും വരാനുള്ളത്.
നമ്മളിപ്പം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പം നേരത്തെ വലതുഭാഗത്തായിട്ടായിരുന്നു പൈലിംഗ് വർക്കുകൾ തുടങ്ങിയത്. പൈലിംഗ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തുറന്നില്ല, ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്തിരുന്നത് എവിടെ അത് പൈൽ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് തോന്നിയിരിക്കുന്നത് മാർക്ക് ചെയ്തത്. അത് നമ്മുടെ പഴയ റോഡിലായിട്ട് ഒരു വട്ടത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ എനിക്ക് തോന്നിക്കുന്ന മാർക്ക് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. തുറന്നില്ല, നേരത്തെ വലതുഭാഗത്തായിട്ടായിരുന്നു ചെയ്തത്, ഇപ്പം ഇടത്തോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.